നമസ്കാരം. കിരീട പ്രതീക്ഷകളുമായി കളം നിറഞ്ഞ ഫ്രഞ്ച് പടയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തെറിഞ്ഞ് സ്പെയിൻ 2026 ലോകകപ്പിന്റെ കലാശപ്പോരിലേക്ക് മാർച്ച് ചെയ്തു. കളിയിലുടനീളം പ്രകടമായ പ്രതിരോധത്തിലെ പതർച്ചയും ടീം ഗെയിമിന്റെ അഭാവവുമാണ് മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിന് തിരിച്ചടിയായത്. സുന്ദരമായ ടിക്കി-ടാക്ക ഫുട്ബോളിന്റെ കരുത്തിൽ കളിക്കളം നിറഞ്ഞ സ്പെയിൻ കെട്ടുറപ്പില്ലാത്ത ഫ്രഞ്ച് ആക്രമണങ്ങളെ തല്ലിക്കെടുത്തിയാണ് അർഹിച്ച വിജയം സ്വന്തമാക്കിയത്. കളിയുടെ തുടക്കം മുതൽ കൃത്യമായ പന്ത് നിയന്ത്രണത്തിലൂടെയും ആസൂത്രിത നീക്കങ്ങളിലൂടെയും സ്പെയിനാണ് മേധാവിത്വം പുലർത്തിയത്. ഫ്രഞ്ച് പ്രതിരോധ നിരയ്ക്ക് നിരന്തരം ഭീഷണി സൃഷ്ടിച്ച സ്പാനിഷ് മുന്നേറ്റങ്ങൾ ഒടുവിൽ ഫലം കണ്ടു. മത്സരത്തിൽ ലാമിൻ യമാലിനെ ബോക്സിനുള്ളിൽ ഫ്രഞ്ച് പ്രതിരോധ താരം ലൂക്കാസ് ദിന്നെ വീഴ്ത്തിയതിനാണ് സ്പെയിനിന് അനുകൂലമായി റഫറി പെനാൽറ്റി വിസിലൂതിയത്. ലഭിച്ച സുവർണാവസരം കൃത്യമായി വിനിയോഗിച്ച മിക്കേൽ ഒയർസബാൽ സ്പെയിനിനെ മുന്നിലെത്തിച്ചു. ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈക്ക് മൈഗ്നാൻ പന്തിന്റെ ദിശാലക്ഷ്യം കൃത്യമായി കണക്കുകൂട്ടിയെങ്കിലും മൈഗ്നാന് യാതൊരു അവസരവും നൽകാതെ ഒയർസബാൽ പന്ത് വലയുടെ ഉയർന്ന കോണിലേക്ക് തറച്ചുകയറ്റി. തുടർച്ചയായ 5ാം ഗോളോടെ ടൂർണമെന്റിലെ മികച്ച ഫോം ഒയർസബാൽ ഈ മത്സരത്തിലും ആവർത്തിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ 1 ഗോളിന്റെ ലീഡ് നേടിയ സ്പെയിൻ 2ാം പകുതിയിലും ആക്രമണ ശൈലി തുടർന്നു. 58ാം മിനിറ്റിൽ ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ കണ്ണു തള്ളിച്ചുകൊണ്ട് സ്പെയിൻ 2ാം ഗോളും നേടി. ടോട്ടനം താരം പെട്രോ പെറോയാണ് കാണികളെ ആവശ്യത്തിലാഴ്ത്തിയ മനോഹരമായ ഗോളിലൂടെ സ്പെയിനിന്റെ ലീഡ് ഇരട്ടിയാക്കിയത്. ഡാനി ഓൾസ്മോയുമായി ചേർന്ന് നടത്തിയ മികച്ചൊരു ഗിവ് ആൻഡ് ഗോ നീക്കത്തിനൊടുവിലാണ് പെറോ ലക്ഷ്യം കണ്ടത്. ഫ്രഞ്ച് പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി പോറോ തൊടുത്ത ശാന്തവും മനോഹരവുമായ ഷോട്ട് മൈഗ്നാനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ഡാലസിലെ ഗാലറികൾ സ്പാനിഷ് ആവേശത്തിൽ ആറാടി. പോറോയുടെ ഈ ഗോൾ ഫ്രാൻസിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷകൾക്ക് മേൽ വീണ കനത്ത തിരിച്ചടിയായി മാറി. മറുഭാഗത്ത് ലോകത്തിലെ മികച്ച അറ്റാക്കിംഗ് താരങ്ങളുമായി എത്തിയ ഫ്രാൻസിന് പക്ഷേ മൈതാനത്ത് ഒരു സംഘടിത ടീമായി ഉയരാൻ സാധിച്ചില്ല. കിലിയൻ എംബാവയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ മുന്നേറ്റ നിരയെ സ്പാനിഷ് പ്രതിരോധം കൃത്യമായി പൂട്ടിയത്. ഫ്രഞ്ച് ആക്രമണങ്ങളെല്ലാം സ്പാനിഷ് പ്രതിരോധ മതിലിൽ തട്ടിച്ചിതറുന്ന കാഴ്ചയാണ് ഡാലസിൽ കാണാനായത്. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത സ്പാനിഷ് ഗോൾ കീപ്പറും പ്രതിരോധ നിരയും വൻമതിൽ പോലെ ഉറച്ചു നിന്നതോടെ എംബാപ്പയ്ക്കും കൂട്ടർക്കും ഗോൾ വല കുലുക്കാൻ സാധിച്ചില്ല. സ്പാനിഷ് വല ലക്ഷ്യമാക്കി ഫ്രഞ്ച് താരങ്ങൾ തൊടുത്ത ശ്രമങ്ങളെയെല്ലാം മികച്ച സേവുകളിലൂടെയും കൃത്യമായ പൊസിഷനിങ്ങിലൂടെയും സ്പാനിഷ് ഗോൾ ചെറുത്തു തോൽപ്പിച്ചു. പ്രതിരോധ നിര വരുത്തിവെച്ച ഗുരുതരമായ പിഴവുകളാണ് ഫ്രാൻസിനെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത്. ലൂക്കാസ് ദിന്നയുടെ അനാവശ്യ ഫൗളും ബോക്സിനുള്ളിലെ ആശയക്കുഴപ്പങ്ങളും സ്പെയിൻ കൃത്യമായി മുതലാക്കി. ഫ്രഞ്ച് ക്യാമ്പിൽ കളി പുരോഗമിക്കുന്തോറും ആത്മവിശ്വാസം ചോർന്നു പോകുന്നതും നിരാശ പടരുന്നതും വ്യക്തമായിരുന്നു. നേരത്തെ 1 ഗോൾ പോലും വഴങ്ങാതെ സെമി ഫൈനൽ വരെ കുതിച്ചെത്തിയ ഫ്രാൻസ് സെമിയിൽ സ്പാനിഷ് ആക്രമണത്തിന് മുന്നിൽ നിഷ്പ്രഭരായി. ഗ്രൂപ്പ് ഘട്ടത്തിലും നോക്കൌട്ടിലും ആധികാരിക ജയം നേടിയെത്തിയ കിരീടപ്രിയർക്ക് സ്പാനിഷ് പടയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് മുന്നിൽ മറുപടിയുണ്ടായിരുന്നില്ല.